ഞാൻ വിശ്വകർമ്മ കുലത്തിലെ ഒരു അംഗമാണ്. ഒരിക്കലും നന്നായില്ല എന്ന് കരുതിയിരുന്ന സമുദായത്തെ ആത്മീയതയിൽ ഒന്നിപ്പിക്കുവാൻ ഞങ്ങൾക്കിന്നൊരു സന്യാസി ഗുരുസ്ഥാനികൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ യാത്രയോടൊപ്പം ഇവിടെ ചേർന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ കുലങ്ങളിലും ആത്മീയ ആചാര്യന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാർ വന്നാൽ സമുദായങ്ങൾ ഹിന്ദുധർമ്മത്തിൽ ഉറച്ചു നിൽക്കുകയില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഈ യാത്രയിൽ അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഇവിടെ 45 ലക്ഷം സംസ്ഥാനത്ത് വിശ്വകർമ്മ സമുദായം ഉണ്ട്. ഇന്ത്യയിൽ 32 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതും കൂടി ഈ സന്യാസി യാത്രയിൽ അവരുടെ ഇന്നത്തെ ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പ്രതിപാദിച്ചാൽ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും വളരെ നല്ല വിഷയമാണ്. ഉത്തര മധ്യഭാരതത്തിൽ പൊതുവെ വ്യത്യസ്ത സമുദായ ഭേദങ്ങളിലുള്ള ഹിന്ദു സമാജം ശക്തമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഓരോ സമാജത്തിനും ആ സമാജത്തിനുള്ള ഗുരുസ്ഥാനമുണ്ട്. അവരേത് ക്ഷേത്രത്തിൽ പോയാലും ഏത് ആരാധന ചെയ്താലും വർഷത്തിലൊരിക്കലെങ്കിലും അവരുടെ സമാജത്തിൻ്റെ ഗുരുസ്ഥാനത്ത് അവർ പോയിരിക്കും. ഗുജറാത്തിലായാലും അതെ, മധ്യപ്രദേശിലായാലും അതെ, ഉത്തർപ്രദേശിലായാലും അതെ, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഓരോ സമുദായത്തിനും ആ സമുദായത്തിൻ്റെ ഒരു ഗുരുസ്ഥാനം എന്നുള്ള ഒരു നിലപാടുണ്ടായാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അത് സന്യാസിമാരായിരിക്കണമെന്നില്ല, ഒരിക്കലുമില്ല. ആ സമാജം തങ്ങളുടെ ചരിത്രത്തിലേക്ക് പോയി ഗുരുസ്ഥാനം കണ്ടെത്തുക, അങ്ങനെ ഇല്ല എങ്കിൽ പുതുതായിട്ട് അവരോധിക്കുക. പക്ഷേ അതൊരിക്കലും ഒരനൈക്യത്തിനിടയാവരുത്. ഒരു വിഭാഗം സ്വീകരിച്ചു മറ്റൊരു വിഭാഗം സ്വീകരിച്ചില്ല തുടങ്ങിയ അനൈക്യത്തിനിടയാവരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമുള്ളത്, ഏറ്റവും അധികം മതാധിഷ്ഠിത അധിനിവേശങ്ങൾ നടന്ന് മതപരിവർത്തനത്തിന് വളരെയധികം പ്രേരിപ്പിക്കപ്പെട്ടിട്ടും മതപരിവർത്തനത്തിനൊട്ടും വിധേയരാവാതെ അഭിമാനത്തോടുകൂടി സ്വന്തം കുലാചാരങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ജനവിഭാഗങ്ങൾ ധാരാളമുണ്ട് അരുണാചൽ പ്രദേശിൽ. ഞാൻ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്ത് പറയുകയാണ്. അവർ നദിയെ പൂജിക്കുന്ന വിഭാഗങ്ങൾ, മലയെ പൂജിക്കുന്ന വിഭാഗങ്ങൾ, ചന്ദ്രനെ പൂജിക്കുന്ന വിഭാഗങ്ങൾ, സൂര്യനെ പൂജിക്കുന്ന വിഭാഗങ്ങൾ, പിന്നെ പ്രത്യേകം ദേവതകളെ പൂജിക്കുന്ന വിഭാഗങ്ങൾ. ആ ദേവതകൾക്കൊക്കെ പേരുണ്ട്. അത് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വഴങ്ങില്ല. പ്രത്യേകതരം ഉച്ചാരണമൊക്കെയാണ്. ഇപ്പം സമീപ കാലഘട്ടത്തിൽ ഇവരിൽ ഒരു വിഭാഗത്തിനൊരു തോന്നൽ വന്നു, നമ്മുടെ ദേവതകൾക്കൊക്കെ രൂപം കൊടുക്കണം. കാരണം കാലം മാറുന്നു. പൊതുവെ ഹൈന്ദവ ആരാധനയിൽ ദേവതകൾക്കൊക്കെ രൂപമുണ്ട്. ഗണപതി ആയാലും വിഷ്ണു ആയാലും ശിവനായാലും ലക്ഷ്മി ആയാലും സരസ്വതി ആയാലും ഒക്കെ രൂപമുണ്ട്. അപ്പം നമുക്കും ദേവതകൾക്ക് രൂപം കൊടുക്കണം. അങ്ങനെ അവർ ചില രൂപകൽപ്പനകൾ ചെയ്തു. രൂപകൽപ്പന ചെയ്ത് ആ രൂപകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അവർ ആരാധനാ സ്ഥാനങ്ങളിൽ ഈ രൂപങ്ങളെ സ്ഥാപിക്കാൻ തുടങ്ങി. ഫലത്തിൽ എന്തുണ്ടായി എന്നറിയോ? സ്പ്ലിറ്റായി. നമുക്ക് രൂപം പാടില്ല എന്നുള്ളൊരു വിഭാഗം, രൂപം വേണം എന്നുള്ളൊരു വിഭാഗം. നമ്മൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങളിലും പോയി അവരുടെ പുരോഹിതന്മാരെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞ് നമ്മൾ ഒന്നിക്കണം, ഒന്നാവണം എന്നൊക്കെയുള്ള സന്ദേശങ്ങളാവും വിധം നൽകിക്കൊണ്ട് സഞ്ചരിച്ചു. പക്ഷേ അതിന് പൂർണ്ണ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ഫലം ഉണ്ടായിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ വിപരീതങ്ങൾ പറയില്ല എന്നുള്ളൊരു പ്രതിജ്ഞ അവർ ചെയ്തു. ഇത് കഥ പറയല്ല. അതുകൊണ്ട് പരമ്പരാഗതമായി അങ്ങനെയുള്ള ഗുരുസ്ഥാനങ്ങൾ ഉള്ളവർ അത് തുടരുക, അങ്ങനെ ഇല്ലാത്തവർ
എല്ലാവർക്കും സമ്മതമാകുന്ന രീതിയിൽ ഒരു ഗുരുസ്ഥാനത്തെ സ്ഥാപിക്കുക. അത് സന്യാസി ആയിക്കൊള്ളണമെന്ന് നിയമമില്ല. സന്യാസിയായ നന്ന്. ഏത് തരം ഉപാസനയാണോ തങ്ങളുടെ കുലത്തിൻ്റെ പ്രാചീനമായിട്ടുള്ള ഉപാസനാക്രമങ്ങൾ, അവയെ നിലനിർത്താനും തുടരാനും അഭിമാനപൂർവ്വം ശ്രദ്ധിക്കുക. ഒരു തെറ്റിദ്ധാരണ ഇടക്കാലത്ത് നമുക്ക് വന്നത് എല്ലാ ഉപാസനയും സാത്വികമാക്കി മാറ്റണമെന്നാണ്. അത് തെറ്റിദ്ധാരണയാണ്. രാജസികവും താമസികവുമായ ഉപാസനകൾ നടക്കണം. ഇപ്പം ഇതിൻ്റെ അർത്ഥം സ്വാമി ജനങ്ങളെ മദ്യപിക്കാൻ പ്രേരിപ്പിക്കുകയാണോ? ജനങ്ങൾ മൃഗങ്ങളെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണോ? ഒരിക്കലുമല്ല. കാരണം രാജസികവും താമസികവുമായ ഉപാസനാ വിധാനങ്ങളിലും ഒരു ഗുരുപദേശവും സമ്പ്രദായവും ഉണ്ട്. ആ ഗുരുപദേശ സമ്പ്രദായങ്ങളെ പിന്തുടർന്നായാൽ ഒരിക്കലും സമാജം വഴിപഴക്കില്ല. ഒരിക്കലും വഴിപഴക്കില്ല. എല്ലാം പായസം നേദ്യം മാത്രം പോരാ. കള്ള് നേദിക്കേണ്ടടുത്ത് കള്ള് നേദിക്കണം, റാക്ക് നേദിക്കേണ്ടടുത്ത് റാക്ക് നേദിക്കണം. പക്ഷേ അതിന് ഗുരുപദിഷ്ടമായ മാത്രയുണ്ട്. ആ മാത്രയെ അധികരിക്കാൻ പാടില്ല. അതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം തുടരണം. ഞാൻ സന്യാസിയാണെന്നുള്ളത് കൊണ്ട് എല്ലാവരും സന്യാസിയുടേതായ ചര്യ പാലിക്കണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷത അത് വൈവിധ്യപൂർണങ്ങളായ അനേക ആചരണങ്ങളുടെ സംഹിതാഭാഗമാണ്. അത് മനോഹരമായ പൂന്തോപ്പാണ്. അത് വിസ്മരിക്കരുത്. ഇത് പറയുന്ന സന്ദർഭത്തിൽ ഇന്ന് ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ദിവസവും പക്കമൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ യാത്രയല്ലേ, രാത്രി എപ്പോഴാണ് കിടക്കണമെന്ന് അറിയില്ല, രാവിലെ എപ്പോഴാണ് വരണമെന്നറിയില്ല, ഒക്കെ അബദ്ധ. എന്നാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ചയാണ് അല്ലേ? ചൊവ്വാഴ്ചയല്ലേ? അതെ. ഞങ്ങൾ വരുന്ന വഴിക്ക് ബ്ലോക്കായത് ചൊവ്വാഴ്ച പള്ളീൻ്റെ മുമ്പിലാണ്, കലൂര് വഴി. എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്ന കൂട്ടർ അതിലെ കൊണ്ടുവന്നതെന്ന് അറിയില്ല. മറ്റേ കളമശ്ശേരി വഴിക്ക് കൊണ്ടുവരാതെ ഇതിലെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് 14 മിനിറ്റ് വൈകിയിട്ടുണ്ട് ഗൂഗിളിനനുസരിച്ച് പറഞ്ഞാൽ. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് 14 മിനിറ്റ് നമ്മൾ വൈകാൻ അത് കാരണമായിട്ടുണ്ട് അതിലെ കൊണ്ടുവന്നത്. പക്ഷേ അവിടെ തിങ്ങിക്കൂടിയ ജനങ്ങൾ, ഇനി വെള്ളിയാഴ്ച എടപ്പള്ളിയുടെ മുമ്പിൽ തിങ്ങിക്കൂടുന്ന ജനങ്ങൾ അതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. ആ എടപ്പള്ളിയിൽ വെള്ളിയാഴ്ച 100 കണക്കിന് കോഴിയെ വെട്ടാം, ആരും കേസെടുക്കില്ല. എന്നാൽ അപ്പുറത്ത് കൊടുങ്ങല്ലൂർ കോഴീനെ വെട്ടിക്കഴിഞ്ഞാൽ അയ്യോ മഹാപാപമാണ്, മഹാപാതകമാണ്. അതെങ്ങനെയാത്? നമുക്ക് ശാപ്പാട് കഴിക്കാൻ വേണ്ടി കോഴിയെ കൊല്ലാം, ഭഗവതിക്ക് കൊടുത്തുകൂടാന്ന് പറഞ്ഞാൽ അതിന് ന്യായം എന്താ? അതിനെന്ത് ന്യായമാണുള്ളത്? ചിന്തിക്കുക. ഇപ്പം എവിടെയൊക്കെയോ നമുക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്വാമി, കേരളത്തിൽ നിയമമുണ്ട്. ഭാരതത്തിലില്ലാത്ത നിയമത്തിന് വിരുദ്ധമായിട്ടൊരു സ്റ്റേറ്റിൽ എങ്ങനെയാണ് നിയമം വയ്ക്കുക? ഭാരതത്തിൽ അത്തരം നിയമം ഉണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ ഹിന്ദു ഉണ്ടാവുമോ? ഭാരതത്തിൽ അത്തരം ഒരു നിയമം ഉണ്ടെങ്കിൽ ആസാമിൽ ഹിന്ദു ഉണ്ടാവുമോ? ഉണ്ടാവില്ല. തീർത്തു പറയുന്നു. കാമാഖ്യയിൽ നിങ്ങൾ ജന്തുവെ ഹിംസിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ആസാമിൽ ഹിന്ദു ഇല്ല. വെസ്റ്റ് ബംഗാളിൽ ജന്തുഹിംസ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആസാമിൽ ബംഗാളിൽ ഹിന്ദു ഉണ്ടാവില്ല. അപ്പോൾ വൈവിധ്യപൂർണങ്ങളായ ഇത്തരം ആചരണങ്ങൾ മുഴുവൻ നിലനിൽക്കണം. അല്ലെങ്കിൽ പൂർണ്ണമായി ഒരു ജന്തുവിനെയും കൊല്ലാത്ത സസ്യാഹാരം മാത്രമുള്ള നാടാക്കി നമ്മുടേത് മാറ്റണം. നമുക്ക് കഴിക്കാൻ, ഭഗവതിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തി അനുവദിക്കുന്നില്ല. അപ്പം പറഞ്ഞു വന്നത്, ഇത്തരം വൈവിധ്യങ്ങൾ ശാസ്ത്രീയമായി ഗുരുപദിഷ്ടമായ രീതിയിൽ നിലനിൽക്കണം എന്നാണ്. അവിടെ ഗുരുപദിഷ്ടമായ എന്ന് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക.